അയാളുടെ നിഗുണ്ടങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മളാരാ CID-കളാ? അതെ, നമുക്ക് കുറച്ചു നേരത്തേക്ക് CID-കളാവാം. ഇവന്റെ മുന്നിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. ഈ നിഗൂഢതകൾ ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെയും നിഗൂഢതകൾ കൂടുന്നുണ്ടെന്നുള്ളതല്ലാതെ ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നെന്ന് ഒരു ഐഡിയയും ഇല്ലാത്ത അവസ്ഥ. 2016 റിലീസായ എ ക്യൂർ ഫോർ വെൽനസ് എന്ന സിനിമയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. അത്യാവശ്യം സ്ലോ പേസ്ഡ് ആയിട്ടുള്ള, എന്നാൽ ആ മിസ്റ്ററി അങ്ങനെ നിലനിർത്തി പോകുന്ന, കുറേയധികം ശ്രദ്ധിച്ചിരുന്ന് കാണാൻ തോന്നിക്കുന്ന ഒരു സിനിമയാണിത്. ചുമ്മാ ചവർ സിനിമയും കൊണ്ട് ഞാൻ വരത്തില്ലെന്നറിയാലോ. നല്ല വെർത്തായിട്ടുള്ള അടിപൊളി പടമാണ്. ഇത് ആരോ റെക്കമെൻഡ് ചെയ്തതാണ്, ആരാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഏതായാലും ഇന്ന് നമുക്ക് ഒരുമിച്ച് ഇതിന്റെ നിഗൂഢതകളൊക്കെ കേട്ട് മനസ്സിലാക്കാം. ഓൾറെഡി കണ്ടിട്ടുള്ളവർ ഇതിന്റെ ക്ലൈമാക്സ് വേറൊരു രീതിയിലായിരിക്കും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ കാണിച്ച് അവസാനം ഒരു പോയിന്റിലെത്തുമ്പോൾ ഓവർ തിങ്ക് ചെയ്തു പോകും, സ്വാഭാവികമാണ്. എന്നാൽ അവിടെ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പോലെയല്ല സിനിമയുടെ ക്ലൈമാക്സ്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നല്ല രസമുള്ള കഥയൊക്കെ ഇങ്ങനെ കേൾക്കാം. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ടെന്നേ വരില്ല. പടത്തിന്റെ തുടക്കത്തിൽ ഒരു വലിയ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അദ്ദേഹമാണ് ഇദ്ദേഹം. പാതിരാത്രി സമയം, ഓഫീസ് ടൈം ഒക്കെ കഴിഞ്ഞ് കുറേ ആയിട്ടും ഇദ്ദേഹം മാത്രം ഇപ്പോഴും കമ്പനിയിലിരുന്ന് വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഡെസ്കിൽ ഒരു പ്രത്യേക സിമ്പിൾ യൂസ് ചെയ്ത് സീൽ ചെയ്തിരിക്കുന്ന ഒരു കത്തുണ്ട്. അതിൽ കാണുന്ന സിമ്പിൾ ഒറ്റ നോട്ടത്തിൽ പാമ്പായിട്ടൊക്കെ തോന്നുമെങ്കിലും അത് ശരിക്കും ഈലാണ്. ഈൽ ഫിഷ്. ഈൽ ഫിഷുകൾ പലതരത്തിലുണ്ട്. ചില ഈൽസിനെ നമുക്ക് തൊടാൻ പറ്റത്തില്ല, കറണ്ട് അടിക്കും. എല്ലാ ഈലുകളും അങ്ങനെയല്ല, എന്നാലും ചിലതിന്റെ ബോഡിയിൽ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവാറുണ്ട്. ഇദ്ദേഹം സീൽ ബ്രേക്ക് ചെയ്ത് കത്ത് തുറക്കാൻ തുടങ്ങുമ്പോൾ സിസ്റ്റത്തിൽ എന്തോ ഒരു അലേർട്ട് വന്നു. പുള്ളിക്കാരനും അതൊക്കെ നോക്കുന്നു. ഈ സമയം ഇദ്ദേഹത്തിന്റെ ഹാർട്ടിൽ പെയിൻ ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തുടർന്ന് ആൾ ഇത്തിരി വെള്ളം എടുത്തങ്ങോട്ട് കുടിച്ചതും പെയിൻ ഭയങ്കരമായിട്ട് കൂടി താഴെ വീണ് പിടഞ്ഞു മരിക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന അതേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന യങ് എംപ്ലോയിയാണ് നമ്മുടെ കഥാനായകനായ ലോക്ക്ഹാർട്ട്. ഇവരുടെ കമ്പനി ഒരു ഫിനാൻഷ്യൽ ഫേമാണ്. കോർപ്പറേറ്റ് മേജേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്തുമാത്രം പ്രഷർ ഉണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ലോക്ക്ഹാർട്ട് എത്ര വേണേലും കഷ്ടപ്പെടാൻ തയ്യാറാണ്. രാവും പകലും ഇല്ലാതെ പരമാവധി എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യുന്നു. ആദ്യം മരണപ്പെട്ട ആ വ്യക്തി എടുത്തു നോക്കിയ കത്തുണ്ടല്ലോ, ഈൽ സിമ്പിൾ ഉണ്ടായിരുന്ന കത്ത്, അതിപ്പോൾ നമ്മുടെ ലോക്ക്ഹാർട്ടിന്റെ കയ്യിലുണ്ട്. ഇവരുടെ കമ്പനി CEO റോളണ്ട് ഇ പെംബ്രോക്കിന്റെ കത്താണത്. ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തൊരു പരിപാടി അങ്ങേര് കാണിച്ചെന്നേ. വലിയൊരു കോർപ്പറേറ്റ് മെർജിങ് ചെയ്യേണ്ട സമയമായപ്പോഴേക്കും പുള്ളിക്കാരൻ അങ്ങ് മുങ്ങി. എന്നിട്ട് ഇങ്ങനൊരു കത്ത് അയച്ചു. നമ്മുടെ ഒറിജിനൽ നമ്മളെ കണ്ടുപിടിക്കണം അത്രേ. മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്. സംശയമാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട കോൺക്ലേവ് എന്ന സിനിമയ്ക്ക് അത് ഇതേപോലെ പറയുന്നില്ലേ, സെർട്ടനിറ്റി വലിയൊരു പ്രശ്നമാണ്. എപ്പോഴും അൺസർട്ടൈൻ ആയിരിക്കണം. എല്ലാ കാര്യങ്ങളിലും സംശയം പ്രകടിപ്പിക്കണം. ആ ഡൗട്ട്സ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. മനുഷ്യൻ അങ്ങനെയാണ് എന്നൊക്കെ. അതുപോലൊക്കെ തന്നെയാണ് റോളണ്ടും പറയുന്നത്. അദ്ദേഹത്തിന്റെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള സമയമായി. ഡേ ബൈ ഡേ പ്രഷർ, ടെൻഷൻ, പണത്തിന് പുറകെയുള്ള ഓട്ടം. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആരൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊരു ഫേക്ക് ലൈഫാണ്. യഥാർത്ഥ ജീവിതം അങ്ങനെയല്ല. താൻ ട്രൂ ലൈഫ് കണ്ടെത്തി. ഇനി ഒരിക്കലും താൻ തിരിച്ചു വരില്ല എന്നാണ് പെംബ്രോക്കിന്റെ കത്ത്. ഇത്ര വലിയൊരു കമ്പനിയിൽ ഇങ്ങനൊരു പൊസിഷനൊക്കെ വിട്ട് കളഞ്ഞിട്ട് ട്രൂ ലൈഫ് തേടിപ്പോന്നൊക്കെ പറഞ്ഞു പോയാൽ സ്വാഭാവികമായിട്ടും ആൾക്ക് ഭ്രാന്തായി പോയതാണെന്ന് ഏതൊരാളും കരുതും. ഇങ്ങനെ ആയതോടെ പെംബ്രോക്ക് ഒഴികെയുള്ള ബോർഡ് ഓഫ് മെമ്പേഴ്സ് ഒക്കെ ആകെ ടെൻഷനിലായി. എത്രയും വേഗം പെംബ്രോക്കിനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. രാവിലെ നമ്മുടെ ഹീറോ ലോക്ക്ഹാർട്ട് അവന്റെ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ ഫിഷ് ബൗളിൽ ഉണ്ടായിരുന്ന ഫിഷ് ചത്ത് കിടക്കുന്നതാണ് കാണുന്നത്. ഒരുപക്ഷെ പ്രായമായി വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ മരിച്ചതായിരിക്കാം. ലോക്ക്ഹാർട്ട് ഫിഷിനെ എടുത്തു കളഞ്ഞു. അപ്പോഴേക്കും അസിസ്റ്റന്റ് വന്ന് ബോർഡ് ഓഫ് മെമ്പേഴ്സിന് ലോക്ക്ഹാർട്ടിനെ കാണണമെന്ന് പറഞ്ഞു. ഇന്നേ ദിവസം തന്നെയാണ് ലോക്ക്ഹാർട്ടിന്റെ അമ്മയുടെ ജന്മദിനം. അമ്മയൊന്ന് പ്രോപ്പറായിട്ട് വിഷ് ചെയ്യാൻ പോലും ഇവന് പറ്റുന്നില്ല. അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനുള്ള പണി പോലും ഇവൻ അസിസ്റ്റന്റിനെയാണ് ഏൽപ്പിക്കുന്നത്. തിരക്കാണെന്നേ. കരിയർ ഗ്രോത്ത്, പണം ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യുവാണല്ലോ. ഇപ്പോൾ കമ്പനി ബോർഡ് ഓഫ് മെമ്പേഴ്സ് നമ്മുടെ ഹീറോയെ വിളിച്ച് 2 ആഴ്ച സ്പായിൽ പോകുന്നെന്ന് പറഞ്ഞു പോയ പെംബ്രോക്ക് ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. ജസ്റ്റ് ഒരു വെക്കേഷൻ എന്ന് പറഞ്ഞു പോയ മനുഷ്യൻ ഈ പണി കാണിച്ചത് കമ്പനിയെ വളരെ മോശമായിട്ട് അഫക്ട് ചെയ്യും. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുവാണ്. ഇത്രയും നാൾ ഇവരുടെ കമ്പനി പല മേർജിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇനി നടക്കാൻ പോകുന്ന മേർജിംഗ് പ്രോസസ്സ് ഇവരുടെ കമ്പനിക്ക് വലിയൊരു ടേൺ ഓവറാണ്. ഈ തീരത്തെ മോസ്റ്റ് പവർഫുൾ ഫിനാൻഷ്യൽ ഫേം ആവാനുള്ള അവസരമാണ് ഇവർക്ക് മുന്നിലുള്ളത്. സംഭവം ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ കമ്പനി ഒരുപാട് ഫ്രോഡ് പരിപാടി ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്നത് വലിയൊരു മേർജിംഗ് ഒക്കെ ആകുമ്പോൾ SEC കാര്യമായിട്ട് അന്വേഷണം നടത്തും. ഫ്രോഡ് ആക്ടിവിറ്റീസ് ഒക്കെ പുറത്ത് വന്നാൽ പണി പാളും. അതുകൊണ്ട് ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് പെംബ്രോക്കിനെ ട്രാപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് കമ്പനി CEOയെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഒന്നുകിൽ പെംബ്രോക്കിനെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് അങ്ങേരെ ട്രാപ്പിലാക്കും, അതല്ലെങ്കിൽ ബോർഡ് മെമ്പേഴ്സ് എല്ലാം കൂടെ നമ്മുടെ ഹീറോയെ ട്രാപ്പിലാക്കുമെന്ന് പറയുന്നു. ഇവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഹീറോയ്ക്ക് വേറെ വഴിയില്ലാതായി. ഇപ്പോൾ ഇവർ പറയുന്നത് കേൾക്കാൻ അവൻ നിർബന്ധിതനായി. എങ്ങനെയെങ്കിലും പെംബ്രോക്കിനെ അങ്ങേര് പോയിരിക്കുന്ന സ്പാ സെന്ററിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ പെംബ്രോക്കിന്റെ മേലെ എല്ലാ കുറ്റവും ഇട്ട് അങ്ങേരെ അങ്ങ് ട്രാപ്പിലാക്കാം. നമ്മുടെ ലോക്ക്ഹാർട്ടിന് അവൻ ആഗ്രഹിക്കുന്ന പോലെ ഉയർന്ന പൊസിഷനിലേക്ക് എത്താനും സാധിക്കും. ലോക്ക്ഹാർട്ട് പെംബ്രോക്കിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നു. പ്ലെയിനിലും ട്രെയിനിലും കാറിലും ഒക്കെ ആയിട്ട് വലിയൊരു യാത്രയാണത്. ഇവൻ അങ്ങോട്ട് പോകുന്ന കാറിന്റെ ഡ്രൈവർ ഇടയ്ക്കിടെ അദ്ദേഹം പ്രായമായ ആളുകളെയൊക്കെ ഇവരിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവിടാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും യങ്ങായിട്ടുള്ള ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ആകെ മൊത്തത്തിൽ നിഗൂഢത നിറഞ്ഞൊരു സ്ഥലമാണെന്ന് പറയാം. കാരണം ഇദ്ദേഹം തന്നെ പല ആളുകളെയും അവിടേക്ക് കൊണ്ടുവിടുന്നല്ലാതെ അവിടുന്ന് ആരെയും തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല. അവിടെ ആ സ്പായിലേക്ക് അല്ലെങ്കിൽ വെൽനസ് സെന്ററിലേക്ക് പോകുന്ന ആളുകൾ ആരും തന്നെ വെൽനസ് സെന്ററിൽ നിന്ന് തിരിച്ചു പോകുന്നില്ലെന്ന്. കൂടുതലും പ്രായമായ ആളുകളാണ് അവിടേക്ക് പോകാറുള്ളത്. അവരുടെ ജീവിതത്തിന്റെ അവസാന നാളുകൾ അവിടെ സ്പെൻഡ് ചെയ്യാനാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ലോക്ക്ഹാർട്ടിന്റെ കയ്യിൽ ഒരു ചെറിയ ബാലറീന
സ്റ്റാച്യു ഉണ്ട്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവൻ്റെ അമ്മ കൊടുത്തതാണ്. എപ്പോഴും മകൻ ഇങ്ങനെ പണത്തിന് പുറകെ ഓടുന്നത് പുള്ളിക്കാരിക്ക് അത്ര ഇഷ്ടമല്ല. സമാധാനമായിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരാഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും. എങ്ങനെയെങ്കിലും പെംബ്രോക്കിനെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാൻ സാധിച്ചാൽ കമ്പനിയിൽ ഇവന് ഉയർന്ന ജോലി കിട്ടും, കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള സാലറി കിട്ടും, അതുകൊണ്ട് പുതിയൊരു സ്ഥലം വാങ്ങി അങ്ങോട്ട് മാറാമെന്നൊക്കെയാണ് നമ്മുടെ ഹീറോയുടെ ആഗ്രഹം. ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെയും മുന്നോട്ട് പോകുമ്പോഴാണ് ഇവരുടെ കാറിന് നേരെ കുറച്ച് പിള്ളേർ കുറേ ചപ്പ് ചവറൊക്കെ എടുത്ത് എറിയുന്നത്. ഇവരിപ്പോൾ പോകുന്ന വെൽനസ് സെന്ററിന് കുറച്ച് താഴെയായിട്ടുള്ള ഒരു ഗ്രാമമാണിത്. ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നവർക്ക് മുകളിൽ വെൽനസ് സെന്ററിലുള്ള ആളുകളൊന്നും ഇഷ്ടമല്ല. അങ്ങോട്ട് പോകുന്നവരെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇതിനു പുറകിൽ വലിയൊരു ചരിത്രമുണ്ട്. ഇതെന്താ സംഭവം എന്ന് ഡ്രൈവർ നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. സംഭവം ഇവർ പോകുന്നത് ഒരു വെൽനസ് സെന്ററിലേക്കാണെങ്കിലും ഈ വെൽനസ് സെന്റർ എന്ന് പറയുന്ന സ്ഥലം വലിയൊരു കോട്ടയാണ്. കണ്ടില്ലേ, മലയുടെ മുകളിലുള്ള വലിയൊരു കോട്ട. അവിടേക്ക് പ്രവേശിക്കുന്ന ഗേറ്റിന്റെ അവിടുത്തെ സിമ്പിൾ കണ്ടില്ലേ, ഈൽസ്, 2 ഈലുകൾ. നേരത്തെ നമ്മൾ കണ്ട ആ കത്തിലുള്ള അതേ സിമ്പിൾ. പതിറ്റാണ്ടുകൾ ആൻഡ് നൂറ്റാണ്ടുകൾ ബിഫോർ ഈ സ്ഥലം ഒരു കുടുംബത്തിൻ്റെതായിരുന്നു. ദ വോൺ റിച്ച്മേഴ്സ്, സിമ്പിളായിട്ട് ബാരൻ കുടുംബം എന്ന് പറയാം. ആ കുടുംബത്തിലെ ആ കാലഘട്ടത്തിലെ ലാസ്റ്റ് ജനറേഷനിൽപ്പെട്ട ഒരാൾക്ക് തന്റെ കുടുംബത്തിന്റെ പ്രശസ്തി ഇതുപോലെ തന്നെ നിലനിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. തങ്ങളുടെ വംശം നിരന്തരമായിരിക്കണം, പ്യൂരിറ്റി അതുപോലെ കാത്തു സംരക്ഷിക്കണം. ഒരിക്കലും പുറത്തുള്ള ഒരാൾ തങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാകാൻ പാടില്ല. വംശശുദ്ധി കാത്തു സൂക്ഷിക്കണം. നമുക്കറിയാവുന്നല്ലേ ക്രിസ്ത്യൻ കനാനായ ഗ്രൂപ്പിനെ പറ്റി. അവര് മറ്റു മതങ്ങളിൽ നിന്നോ മറ്റു സഭകളിൽ നിന്നോ വിവാഹം ചെയ്യില്ല. സ്വന്തം സഭയിൽ സ്വന്തം സമുദായത്തിൽ നിന്ന് മാത്രമേ വിവാഹം ചെയ്യൂ. അതിനവർ പറയുന്ന റീസൺ തങ്ങളുടെ വംശശുദ്ധി നിലനിർത്തണമെന്നുള്ളതാണ്. മറ്റുള്ളവരെ മനുഷ്യരായിട്ട് കാണുന്നില്ല, അതായത് അവരെ പോലെയുള്ള മനുഷ്യരായിട്ട് കാണുന്നില്ല. ഇവിടെ ബാരൻ കുടുംബത്തിലെ വ്യക്തി തന്റെ കുടുംബത്തിന്റെ പ്യൂരിറ്റി അതുപോലെ നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ തന്നെ സഹോദരിയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. സ്വന്തം സഹോദരിയെ തന്നെ വിവാഹം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ പ്യൂരിറ്റി അതുപോലെ തന്നെ നിലനിൽക്കുമല്ലോ. താഴെ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അയാൾ തന്റെ സ്വന്തം സഹോദരിയെ വിവാഹം ചെയ്യുന്ന ആ ദിവസം ഗ്രാമത്തിലുള്ള ആളുകൾ ഇവിടെ കയറി വന്ന് വലിയ ബഹളമുണ്ടാക്കി മുഴുവൻ തീ കൊളുത്തി അങ്ങേറെ സഹോദരിയെ അങ്ങേറെ കൺമുന്നിൽ വെച്ച് തീ കൊളുത്തി കൊന്നു കളഞ്ഞു. 200 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ഇതൊരു വെൽനസ് സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ദേ കണ്ടില്ലേ, ഒരുപാട് പ്രായമായ ആളുകളുണ്ട് ഇവിടെ. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അവരവരുടേതായ ചെറിയ ചില സന്തോഷങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഗെയിംസ് ഒക്കെ കളിച്ച് അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇവിടെ എത്തിയതും ലോക്ക്ഹാർട്ട് അദ്ദേഹത്തിന്റെ ഡ്രൈവറോട് നിങ്ങളൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ പെംബ്രോക്കിനോടൊന്ന് സംസാരിക്കട്ടെ, അയാളെയും കൊണ്ട് തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. നേരെ അകത്ത് കയറി റിസപ്ഷനിലുള്ള ആളോട് പെംബ്രോക്കിനെ മീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, ഓ സോറി സാർ, ഞങ്ങളുടെ വിസിറ്റിംഗ് ടൈം കഴിഞ്ഞു. ഞാൻ ഒരുപാട് ദൂരെ നിന്ന് ട്രാവൽ ചെയ്ത് വരുക, എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ സാർ, സമയം കഴിഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റത്തില്ല. അന്നേരം ലോക്ക്ഹാർട്ട് ഇവിടുത്തെ മാനേജറെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ പുള്ളിക്കാരിയും ഇവനോട് വെയിറ്റ് ചെയ്യും, എന്താ ചെയ്യാൻ പറ്റാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ലോക്ക്ഹാർട്ട് വെയിറ്റ് ചെയ്യുന്ന സമയം അവന്റെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ സിഗ്നൽ ഇല്ല. അടുത്ത ടേബിളിൽ ഇരിക്കുന്ന പ്രായമായ വ്യക്തികൾ പറഞ്ഞു, ഇവിടെ സിഗ്നൽ കിട്ടത്തില്ല കേട്ടോ, ഇതൊക്കെ ട്രീറ്റ്മെന്റ് ഭാഗമാണ്, അധികം വൈകാതെ നിങ്ങളും ഇതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. അവരുടെ കൂടെ ഇരിക്കുന്ന ഈ സ്ത്രീയെ കണ്ടില്ലേ, പുള്ളിക്കാരി ഇവിടെ ഒരു പസിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കുവാണ്. ക്രോസ് വേർഡ്സ്. കുറേ നേരമായിട്ട് പുള്ളിക്കാരിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പസിൽ, ഒരു ക്രോസ് വേർഡ് നമ്മുടെ ഹീറോ പുള്ളിക്കാരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വലിയ ഫിനാൻഷ്യൽ ഫേമിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ, ഇന്റലിജന്റ് ആയിരിക്കും, പെട്ടെന്ന് പസിൽസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഹീറോയും ഫോണിലെ സിഗ്നലൊക്കെ നോക്കി അങ്ങോട്ട് ഇങ്ങനെ മാറി ചെല്ലുന്ന സമയത്താണ് അവിടെ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ഒരു ചെറിയ വഴി ഇവൻ കാണുന്നത്. അത് കാണുമ്പോഴത്തേനും ഒരു നെഗറ്റീവ് അടിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോട്ടയല്ലേ, പണ്ടത്തെ സ്ട്രക്ചറൊക്കെ ഇങ്ങനെ ആയിരുന്നിരിക്കാം. ദെൻ നമ്മുടെ ഹീറോ ഇവിടുത്തെ മാനേജറെ, ഇവിടുത്തെ മെയിൻ ഡോക്ടറെ മീറ്റ് ചെയ്തു, ഹെയിൻറിച്ച്. അദ്ദേഹത്തോട് ഇവൻ ന്യൂയോർക്കിൽ നിന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്ത് വന്നത് പെംബ്രോക്കിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകണം, പുള്ളിക്കാരനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ടൈം അനുവദിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇപ്പോൾ എന്തായാലും വിസിറ്റിംഗ് ടൈം അല്ല, ഈ സമയത്ത് അദ്ദേഹത്തെ കാണാൻ പറ്റില്ലെന്നാണ്. ഇവിടെ ഈ മുറിയിൽ കുറേ ഫോട്ടോസ് ഒക്കെ വെച്ചിരിക്കുന്നത് കാണാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് താഴെ ഗ്രാമത്തിലുള്ള ആളുകൾ ഇവിടെ കയറി വന്ന് ഇവിടെ മൊത്തം തീയിട്ട് നശിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ഇവിടെ റീകൺസ്ട്രക്ട് ചെയ്തു, റീബിൽഡ് ചെയ്തു. അതിന്റെ കുറേ ഫോട്ടോസും മറ്റൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ഒരു ഫോട്ടോയിൽ ഒരു വ്യക്തിയുടെ മുഖം മുഴുവൻ ഇങ്ങനെ തുന്നിക്കെട്ടി പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ഹീറോ ഇവന്റെ ആവശ്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നത് പറ്റുമെങ്കിൽ വൈകുന്നേരം 7 മണി വരെ വെയിറ്റ് ചെയ്യാനാണ്. 7 മണി വരെ പെംബ്രോക്ക് ട്രീറ്റ്മെന്റിലായിരിക്കും, അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ടൈമാണ്. അതിനുശേഷം വേണമെങ്കിൽ പെംബ്രോക്കിനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. തുടർന്ന് നമ്മുടെ ഹീറോ ഹോട്ടലിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ പെംബ്രോക്കിനെ മീറ്റ് ചെയ്യാൻ വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും തിരിച്ചു വന്നാൽ പോരെ. ഇങ്ങോട്ട് വന്ന അതേ കാറിൽ അവൻ തിരികെ പോകുമ്പോൾ ഇവനോട് സംസാരിച്ച ഡോക്ടർ ഒരുമാതിരി വിയേർഡായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ഒക്കെ തിരികെ പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണാം. ആകെ മൊത്തത്തിൽ ഒരുമാതിരി വല്ലാത്ത സ്ഥലം, ഒരുമാതിരി നെഗറ്റീവ് വൈബ്. പോരാത്തതിന് തിരികെ പോകുമ്പോൾ ദേ ഒരു പെൺകുട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നതും നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. അവൾ ആരാണ്? പ്രായമായവർ മാത്രം വരുന്ന സ്ഥലത്ത് ഇത്രയും യങ്ങായിട്ടുള്ള ഒരു പെൺകുട്ടി, അവൾ എന്താ ഇവിടെ ചെയ്യുന്നേ? ഒരുപക്ഷെ മാനസികമായി എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടിയായിരിക്കുമോ? അറിയില്ല. ഇങ്ങനെ ഒരു വെൽനസ് സെന്ററിൽ ഇതുപോലെ ഒരു പെൺകുട്ടിയെ കണ്ടതും ഹീറോയുടെ മനസ്സിൽ കുറേയധികം ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിനുശേഷം നമ്മുടെ ഹീറോ കണ്ണു തുറക്കുമ്പോൾ അവൻ ഈ വെൽനസ് സെന്ററിലാണ്. അപകടത്തിന് ശേഷം അവനെ ഇങ്ങോട്ട് മാറ്റി ഇവിടെയുള്ള ഡോക്ടേഴ്സ് അവനെ ട്രീറ്റ് ചെയ്തു. ഡോക്ടർ ഹെയിൻറിച്ച് വോൾമർ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അവൻ അപകടം പറ്റിയിട്ട് 3 ദിവസമായി, ഇപ്പോഴാണ് ബോധം വരുന്നത്. ഹീറോയുടെ കാല് കണ്ടില്ലേ, ഒരു 20 കിലോ പൊറോട്ട മാവ് കാണും, എല്ലാം കൂടി ഇങ്ങനെ തുന്നി ചേർത്ത് തയ്ച്ച് പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കുകയാണ്. നീ തൽക്കാലം ഇപ്പോൾ റെസ്റ്റ് എടുക്കുക, നിന്റെ ന്യൂയോർക്കിലെ ഓഫീസുമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു, നീ ഓക്കെ ആയിട്ട് തിരിച്ചു പോയാൽ മതി. ബിസിനസ് കാര്യങ്ങളൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിച്ചോണം, എന്ത് കാര്യത്തിനും ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഡോക്ടർ പറഞ്ഞൊക്കെ കേട്ട് ഹീറോയും ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കുവാണ്.
ഇവന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നേരത്തെ നമ്മുടെ ഹീറോ ആദ്യം ഇവിടെ വന്നപ്പോൾ കണ്ട ആ ഒരു അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വഴിയുണ്ടല്ലോ, ഒരു ചെറിയ വേ, അത് ഒരാൾ ക്ലോസ് ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട്. പുറത്ത് മറ്റുള്ള പ്രായമായവരൊക്കെ ഗെയിംസ് ഒക്കെ കളിക്കുന്നു, എല്ലാവരും ഹാപ്പിയാണ്. ആദ്യം ഒരുമാതിരി നിഗൂഢത പിടിച്ച സ്ഥലമായിട്ടൊക്കെ തോന്നിയെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു സമാധാനമൊക്കെ കാണുമ്പോൾ, ഈ ഒരു പീസ്ഫുൾ കണ്ടീഷനൊക്കെ കാണുമ്പോൾ ഇവിടെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോഴാണ് ഇവന് കുടിക്കാൻ കൊടുത്ത വെള്ളത്തിനകത്ത് ചെറിയൊരു പ്രാണി ഇവൻ കാണുന്നത്. ഇത്തിരിയുള്ളൊരു പ്രാണി. സാധാരണ ഈ വെള്ളത്തിലും ഫുഡിലും ഒക്കെ ചെറിയ സൂക്ഷ്മജീവികൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒന്ന് അത് ഇവനും വലിയ കാര്യമാക്കുന്നില്ല. ദെൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വെൽനസ് സെന്ററിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു നേഴ്സ് ഇവനെ കണ്ടിട്ട്, എന്താ എന്ത് പറ്റി, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്, എന്താ നിങ്ങളുടെ പേര്? ഉടനെ ഇവന്റെ പേര് പെംബ്രോക്ക് എന്ന് പറഞ്ഞു. പെംബ്രോക്ക്, ഒരു സെക്കൻഡേ ഞാൻ നോക്കിക്കോട്ടെ. ആ മിസ്റ്റർ പെംബ്രോക്ക്, നിങ്ങൾക്കിപ്പോൾ സ്റ്റീം ബാത്തിന്റെ സമയമാണല്ലോ, ദാ ഈ വഴി പൊക്കോളൂ. ഹീറോയും നേരെ അങ്ങോട്ട് ചെല്ലുന്നു. ഇപ്പൊ പെംബ്രോക്കിന് സ്റ്റീം ബാത്ത് ടൈം ആയതുകൊണ്ട് അദ്ദേഹം അവിടെ കാണും. അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് കരുതിയാണ് ചെല്ലുന്നത്. ചെന്ന് കയറിയത് ഒരുമാതിരി പസിൽ കണക്കെ കുഴച്ച് കളയുന്ന ഒരു സ്ഥലത്ത്. ഒരു ഡോർ വഴി അകത്തേക്ക് കയറിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഡോർ അവിടെ കാണാനില്ല, അവിടെ ഇപ്പോൾ മതിലാണ്. പെട്ടെന്ന് ഇവൻ ആകെ മൊത്തത്തിലും കൺഫ്യൂസ്ഡ് ആയി. ഇതെന്ത് ഇവിടെ സംഭവിക്കുന്നത്, ഈ സ്ഥലം മൂവ് ചെയ്യുന്നുണ്ടോ? ആകെ കൺഫ്യൂസ്ഡ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ ഒരു റെയിൻഡിയർ ഒക്കെ അതുവഴി നടന്നു പോകുന്നതൊക്കെ കാണുന്നുണ്ട്. മേ ബി ഇവൻ ഇല്യൂഷൻസ് ഉണ്ടാവുന്നതായിരിക്കാം. അപകടത്തിന് ശേഷം എന്തെങ്കിലും കാര്യമായിട്ട് ബ്രെയിനിന് പറ്റിയിട്ടുണ്ടാവാം. ബട്ട് അവർ ഹീറോയും അവിടെ കാണാൻ പറ്റിയ ഒരു ഡോറിലൂടെ അങ്ങനെ നടന്നു ചെന്നപ്പോൾ ദേ ഇവിടെ ഇരിക്കുന്നുണ്ട് പെംബ്രോക്ക്. മിസ്റ്റർ പെംബ്രോക്ക്, എൻ്റെ പേര് ലോക്ക് ഹാർട്ട്, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് അയച്ചതാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവത്തില്ല, മോറിസും മരിച്ചു, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. നിങ്ങളെ തിരിച്ച് ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. വാട്ട്, ഞാൻ ഇവിടെ വിട്ട് പോകണമെന്നാണോ നീ പറയുന്നത്? ഇല്ല, അത് പറ്റില്ല, എനിക്ക് ഇവിടെ വിട്ട് പോകാൻ പറ്റത്തില്ല. വൈ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ അല്ല, ഞാനിപ്പോൾ ട്രീറ്റ്മെന്റിലാണ്, എനിക്ക് ഇവിടെ നിന്ന് അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. ഹീറോ പറയുന്നൊന്നും കേൾക്കാൻ പോലും നിൽക്കാതെ പെംബ്രോക്ക് നേരെ പോയി വെള്ളത്തിലിറങ്ങി. മിസ്റ്റർ പെംബ്രോക്ക്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ എങ്ങനെ ശരിയാവുന്നേ? ഓ, നിന്റെ പേരെന്ത് ലോക്ക് ഹാർട്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 65% വെള്ളമാണ്. നമ്മൾ ഇത്രയും നാൾ എന്തൊരു ജീവിതമാണ് ജീവിച്ചത്, പോയിന്റ്ലെസ് ആയിട്ടുള്ള ലൈഫ്. കോർപ്പറേറ്റ് കമ്പനി, അവിടെ ചെയ്തിട്ടുള്ള ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നിന്റെ അച്ഛനും എനിക്ക് വേണ്ടി തന്നെയായിരുന്നല്ലോ വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് നിനക്കറിയാലോ. നീ കാറിലുള്ളപ്പോൾ തന്നെയല്ലേ അത് സംഭവിച്ചത്. ഞങ്ങളെക്കാളൊക്കെ മുന്നേ അദ്ദേഹം ആ സത്യം മനസ്സിലാക്കി, ലൈഫിന്റെ യഥാർത്ഥ മീനിങ് മനസ്സിലാക്കി. അന്നേ അദ്ദേഹത്തിനുണ്ടായ തിരിച്ചറിവ് എനിക്ക് ഇപ്പോഴാണ് ഉണ്ടായത് എന്നൊക്കെയാണ് പെംബ്രോക്ക് പറയുന്നത്. ഇങ്ങനെ എന്തോന്നൊക്കെ വിളിച്ച് പറയണമെന്ന് മനസ്സിലായില്ലെങ്കിലും ലോക്ക്ഹാർട്ട് ഇദ്ദേഹത്തോട് ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഒന്നാമത് ഈ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് മെർജിങ് ചെയ്തേ പറ്റുള്ളൂ, ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെംബ്രോക്കും ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു വരാം, നീ അങ്ങോട്ടില്ല, ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. തുടർന്ന് നമ്മുടെ ഹീറോയും ഇവർക്ക് ഇവിടുന്ന് തിരികെ പോകാൻ ഒരു കാർ വേണമെന്ന് റിസപ്ഷനിൽ ചെന്ന് ആവശ്യപ്പെട്ടു. ഓക്കെ സാർ, ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് അവിടുന്ന് മറുപടി. ഹീറോ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ആ പസിലൊക്കെ സോൾവ് ചെയ്യുന്ന മുത്തശ്ശി ഉണ്ടല്ലോ, പസിൽ ഗ്രാൻഡ്മ, പുള്ളിക്കാരി ഇവന്റെ അടുത്ത് വന്ന്, അതാ കണ്ടില്ലേ, അവിടെയാണ് ബാരൻ പ്രീസ്റ്റിനെ കെട്ടിത്തൂക്കി കൊന്നത്. നിനക്ക് ഈ സ്ഥലത്തിന്റെ ചരിത്രമൊക്കെ അറിയോ? ഭയങ്കര വിയേഡാണ്. ഹീറോയും ഡ്രൈവർ ഓൾറെഡി ഇവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട്. കൊള്ളാലോ, നീ ഓൾറെഡി എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ആക്ച്വലി പസിൽ ഗ്രാൻഡ്മ പസിൽസ് സോൾവ് ചെയ്യുക മാത്രമല്ല ഈ സ്ഥലത്തിന്റെ ഹിസ്റ്ററിയും അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ മുതൽ ഇവിടെ പണ്ട് എന്താ സംഭവിച്ചത്, ഏതാ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവരിങ്ങനെ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ദെൻ നമ്മുടെ ഹീറോ സ്ട്രക്ചറിന്റെ സഹായത്തോടെ ഒറ്റക്കാലിൽ ഇങ്ങനെ ഒത്തി നേരത്തെ ഇവൻ കണ്ട പെൺകുട്ടിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. മെന്റലി പുള്ളിക്കാരി കുറച്ച് ബാക്കിലോട്ടാണെന്ന് പറയേണ്ടി വരും. ഏതാണ്ട് കുട്ടികളുടെ സ്വഭാവമാണ്, സംസാരിക്കുന്നതും പെരുമാറ്റ രീതിയും ഒക്കെ കുട്ടികളെ പോലെയാണ്. ബ്രെയിൻ വളർച്ച അത്ര ആയിട്ടില്ല. ഹേയ്, നീ ചെറിയ പ്രായത്തിൽ ഇവിടെ വന്നേന്താ, എന്തെങ്കിലും അസുഖമുണ്ടോ? അതിന് അവളുടെ മറുപടി, അവളൊരു സ്പെഷ്യൽ കേസ് ആണെന്നാണ് ഡോക്ടർ വോൾമർ പറയുന്നത് എന്നാണ്. അല്ല, നീ എന്താ ഇങ്ങോട്ട് വന്നേ, നിനക്കെന്താ രോഗം എന്ന് അവൾ ചോദിച്ചപ്പോൾ നമ്മുടെ ഹീറോ ഇവന് പ്രശ്നമൊന്നുമില്ല, ഇവൻ ഇപ്പോൾ ഇവിടുന്ന് തിരികെ പോകുമെന്ന് പറഞ്ഞു. നോ വേ, ഇവിടുന്ന് ആർക്കും അങ്ങനെ തിരികെ പോകാൻ പറ്റില്ലല്ലോ. അതെന്താ അങ്ങനെ, നീ എന്താ ഉദ്ദേശിക്കുന്നേ? അല്ല മിസ്റ്റർ, നിങ്ങൾ തന്നെ നോക്ക്, ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം, ഇവിടുന്നൊക്കെ പോകാൻ ആരും ആഗ്രഹിക്കുക? അവൾ പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്, സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടായിരിക്കാം ഈ പ്രായമായവരൊന്നും ഇവിടുന്ന് തിരികെ പോകാത്തത്. ഈ പെൺകുട്ടിയുടെ പേരാണ് ഹന്ന. നമ്മുടെ ഹീറോ ഇവളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ എന്തോ ആലോചിച്ച് പെട്ടെന്ന് അവിടുന്ന് മാറിപ്പോയി. ശേഷം നമ്മുടെ ഹീറോ തിരികെ പെംബ്രോക്കിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകൾ പെംബ്രോക്കിന്റെ മുറി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇവർ മറ്റെങ്ങോട്ടോ മാറ്റി. എങ്ങോട്ടാണ് മാറ്റിയതെന്ന് ഇവരോട് പറയുന്നില്ല. ഇതിനെപ്പറ്റി ഡോക്ടർ വോൾമറിനോട് സംസാരിക്കാനായിട്ട് മെയിൻ ഹോളിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയം അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. പെംബ്രോക്ക് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള സമയമായി, അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി. എന്തോന്ന്, ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എനിക്കൊരു നെഗറ്റീവ് അടിച്ചതാ, നിങ്ങളൊക്കെ ഇത് കളിക്കുന്നു, അങ്ങേരെ എൻ്റെ കൂടെ ന്യൂയോർക്കിലേക്ക് വരാമെന്ന് സമ്മതിച്ചതാ, അപ്പോൾ തന്നെ അയാളെ മാറ്റിയേക്കുന്നു, ഇതെന്തോന്ന് ഇവിടെ നടക്കുന്നേ? മിസ്റ്റർ ലോക്ക്ഹാർട്ട്, നിങ്ങളൊന്ന് സമാധാനപ്പെട്, നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നോ? എനിക്കല്ല കുഴപ്പം, നിനക്കൊക്കെയാണ്. അല്ല, ഐ മീൻ നിങ്ങളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്, എന്താ പറ്റിയേ? അപ്പോഴാണ് ഹീറോയും അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് ശ്രദ്ധിക്കുന്നത്. ഒട്ടും വൈകിയില്ല, വെട്ടിയിട്ട് വാഴത്തണ്ട പോലെ അടിച്ചു കുത്തി താഴെ വീണു. വിശദമായി അവനെ പരിശോധിച്ചപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് റേസ് ആയപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ കാരണം സംഭവിച്ചതായിരിക്കാം. പിന്നെ ലോക്ക്ഹാർട്ട്, വെള്ളമൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കുടിക്കുന്നില്ലേ? ഇവനും അതേ എന്ന് മറുപടി പറഞ്ഞു. കറക്റ്റായിട്ട് കുടിച്ചോണം കേട്ടോ, ഡീഹൈഡ്രേറ്റ് ആവരുത്. അവിടെ ഡോക്ടറിന്റെ മുറിയിൽ ഹാനിയുടെ ഫോട്ടോ കണ്ട് നമ്മുടെ ഹീറോ അവളെ പറ്റി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. ഇവളൊരു വളരെ സ്പെഷ്യൽ കേസാണ്, പാവം കൊച്ച്, വളരെ ചെറുപ്പത്തിൽ തന്നെ കുറേ ട്രോമയിലൂടെയൊക്കെ പാസ് ചെയ്യേണ്ടി വന്നു. 11 വയസ്സായിട്ടാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത് തന്നെ. പ്രായത്തിനനുസരിച്ച് ബുദ്ധി വളർന്നിട്ടില്ല. എനിക്ക് എൻ്റെ മകളെ പോലെ തന്നെയാണ്. പിന്നെ ലോക്ക്ഹാർട്ട്, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കുറച്ച് നാൾ ഇവിടെ തുടരുന്നതാണ് നല്ലത്. ഇവിടെയുള്ള ഒട്ടുമിക്ക പേഷ്യൻസിനെ പോലെ തന്നെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാവും നിങ്ങൾക്ക്. ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര നാളായി പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ട്? ഇത്രയും നാളായിട്ടും എപ്പോഴും വർക്ക്, ടെൻഷൻ, കമ്പനി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിരിക്കല്ലായിരുന്നോ? ഇവിടെ വരുന്ന ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ട്രീറ്റ്മെന്റിലൂടെ അവരൊക്കെ ഭേദമായതാണ്.
ആയതാണ്. നിനക്കും ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയാലോ? ജസ്റ്റ് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷൻ, പുറത്തെ ടെൻഷൻസും ബഹളവും ഒന്നുമില്ലാതെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കാം. ശരീരവും മനസ്സും അതിന്റെ ഏറ്റവും കംഫർട്ടബിൾ സ്റ്റേജിലേക്ക് എത്തിക്കാം. എന്ത് പറയുന്നു? ലോക്ക്ഹാർട്ടും കാര്യമായിട്ടൊന്ന് ആലോചിച്ചിട്ട് എന്തായാലും ഇവിടെ വന്നത് പെംബ്രോക്കിനെ കൊണ്ടുപോകാനാണല്ലോ. ഇപ്പൊ ഇവിടെ തിരികെ പോയാൽ പെംബ്രോക്കിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തൽക്കാലം ഡോക്ടർ പറയുന്നതനുസരിച്ച് ഇവിടെ തന്നെ നിൽക്കാമെന്ന് ഇവനും സമ്മതിച്ചു. ഉടൻ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി ഒരു സിസ്റ്ററിനോട് ഇവൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുവാണ്, ഇവന് വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ കിട്ടിയ ഗ്യാപ്പിലെ ഡോക്ടറിന്റെ ഫയൽസിനിടയിൽ നിന്ന് പെംബ്രോക്കിന്റെ ഫയൽ ഇവൻ അടിച്ചു മാറ്റി. ഡോക്ടർ തിരിച്ചു കയറി വരുമ്പോൾ സംശയം തോന്നാതിരിക്കാൻ അവിടെയുള്ളൊരു മാലയെ പറ്റി അദ്ദേഹത്തോട് ചോദിക്കുവാണ്. ഇത് കണ്ടിട്ട് പഴയ മാല പോലെ ഉണ്ടല്ലോ, ബാരൻ കുടുംബത്തിലെ സഹോദരിയെ വിവാഹം ചെയ്യാൻ ശ്രമിച്ച അവൻ്റെതാണോ? ആക്ച്വലി അവളുടെ ചെയിനാണത്. ആദ്യമായിട്ട് ഈ സ്ഥലത്തെ വെള്ളത്തിന് പ്രത്യേകത ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് അവരൊക്കെയാണ്. 200 വർഷത്തിന് മുമ്പേ അവരിത് കണ്ടുപിടിച്ചു. ഇപ്പൊ കണ്ടില്ലേ, ഇത്രത്തോളം ആളുകൾക്ക് ഉപയോഗമാവുന്നില്ലേ? ദെൻ നമ്മുടെ ലോക്ക്ഹാർട്ടിനെ ട്രീറ്റ്മെന്റ് റൂമിലേക്ക് മാറ്റുന്നു. അവിടെ വലിയൊരു ടാങ്ക് ഉണ്ട്. ഓക്സിജൻ ഒക്കെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവനെ ആ ടാങ്കിലേക്ക് ഇറക്കി അതിൽ വെള്ളം നിറയ്ക്കും. ബോഡിയിലെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം പോയി പ്യൂരിഫൈ ചെയ്യുന്ന വലിയൊരു പ്രോസസ്സാണിത്. ഇവരുടെ ഇവിടുത്തെ വെള്ളത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സും ശരീരവും ശാന്തമാകും, എല്ലാം ഓക്കെ ആകും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഏതാണ്ട് 30 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. ഈ സമയത്ത് പലതരത്തിലുള്ള വിഷൻസ്, ഇല്യൂഷൻസ് ഒക്കെ ഇവർക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലോക്ക്ഹാർട്ടിനും അവന്റെ ചെറുപ്പത്തിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. പെട്ടെന്ന് ഇവനെ കിടത്തിയിരിക്കുന്ന ടാങ്കിനുള്ളിൽ ഈൽ ഫിഷുകൾ നിറഞ്ഞു. പേടിച്ച് ലോക്ക്ഹാർട്ട് ഗ്ലാസ്സിൽ അങ്ങനെ തട്ടുന്നുണ്ടെങ്കിലും ആ സമയം സ്റ്റാഫുകൾ വേറെന്തൊക്കെയോ പണിയിലായിരുന്നു. അവരത് ശ്രദ്ധിക്കുന്നില്ല. ഈൽ ഫിഷുകളെ കണ്ട് വെപ്രാളത്തിൽ മുകളിലേക്ക് നീന്തി പോകാൻ ശ്രമിച്ചപ്പോൾ ഓക്സിജൻ ട്യൂബും ഊരിപ്പോയി. ആകെ മൊത്തത്തിൽ പെട്ടു. ടാങ്ക് നിറയെ വെള്ളമല്ലേ, ശ്വാസം മുട്ടി മരിച്ചു പോകാൻ ഇതൊക്കെ തന്നെ മതി. കുറേ നേരം ടാങ്കിലിട്ട് ഇങ്ങനെ തട്ടി ഒരു പോയിന്റിൽ ഇവൻ അൺകോൺഷ്യസ് ആയി വീണപ്പോഴേക്കും അവർ വന്ന് ടാങ്ക് തുറന്ന് ഇവനെ പുറത്തെടുത്തു. ടാങ്കിനുള്ളിൽ ഈൽ ഫിഷുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ലൈറ്റ് അടിച്ച് നോക്കി. എന്നാൽ അവിടെ എങ്ങും ഒന്നിനെയും കാണാനില്ല. ലോക്ക്ഹാർട്ടിനും അങ്ങ് അത്ഭുതം. ഇവൻ കണ്ടതാണ്, എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ ടാങ്കിനുള്ളിൽ ഈൽ ഫിഷുകളൊന്നുമില്ല. ഒരുപക്ഷെ ഇവന് തോന്നിയതാവാം. ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വിഷൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അവന് അത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടായതായിരിക്കാം. ട്രീറ്റ്മെന്റിനിടെ തന്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഹീറോയ്ക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നല്ലോ. ഒരു ദിവസം ലോക്ക്ഹാർട്ടും അവന്റെ അച്ഛനും കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവന്റെ അച്ഛനാവട്ടെ ഒരു പാലത്തിൽ കാർ ഒതുക്കിയിട്ട് നേരെ അതിന് മുകളിൽ നിന്ന് എടുത്ത് താഴെ ചാടി ആത്മഹത്യ ചെയ്തു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ഒരുപക്ഷെ ജോലിയുടെ ടെൻഷനും മറ്റുമൊക്കെ കാരണമാവാം. ലോക്ക്ഹാർട്ട് വർക്ക് ചെയ്തിരുന്ന അതേ ഫിനാൻഷ്യൽ ഫേമിൽ തന്നെയാണ് അദ്ദേഹവും വർക്ക് ചെയ്തിരുന്നത് എന്ന് പെംബ്രോക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ കുറേയധികം ഉഡായിപ്പ് പരിപാടികൾ ചെയ്യേണ്ടി വരും. ജോലിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാലും ഇല്ലീഗലായിട്ടുള്ള പല പരിപാടികളും കാണിച്ചു കൂട്ടി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ഇത്തരത്തിൽ ലോക്ക്ഹാർട്ടിന്റെ അച്ഛനും ഒരുപാട് ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എപ്പോഴോ താൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ പെംബ്രോക്കിന് നന്നായി അറിയാം. അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ ഈ ലോക്ക്ഹാർട്ടിനോട് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇവനൊന്നും സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം ഇവന്റെ ഇപ്പോഴത്തെ ഒരേ ഒരു ഉദ്ദേശം ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിലെത്തുക, കൂടുതൽ പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ശേഷം അന്ന് രാത്രി തന്നെ ലോക്ക്ഹാർട്ട് ഇവൻ നേരത്തെ അടിച്ചു മാറ്റിയ പെംബ്രോക്കിന്റെ ഫയൽസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. മെഡിക്കൽ കാര്യങ്ങളായതുകൊണ്ട് കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഇന്നേരമാണ് റൂമിനോട് ചേർന്നുള്ള ബാത്റൂമിൽ നിന്ന് വല്ലാത്തൊരു വിയേർഡായിട്ടുള്ള ശബ്ദം കേൾക്കുന്നത്. ഹീറോയും അങ്ങോട്ട് നോക്കിയപ്പോൾ ബാത്റൂമിലെ ഫ്ലഷ് ടാങ്ക് ഒരുമാതിരി വിയേർഡായിട്ട് ഇങ്ങനെ ചലിക്കുന്നു. അടുത്ത് ചെന്ന് അതിൽ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കൊടുത്തപ്പോൾ അത് ഓക്കെ ആയി. പിന്നെ മൂവ്മെന്റ് ഒന്നുമില്ല. അവിടെയുള്ള വെന്റ് വഴി പുറത്ത് നോക്കിയപ്പോഴാവട്ടെ ദേ ആരോ ഒരാൾ എന്തോ ഇങ്ങനെ ഉന്തി തള്ളിക്കൊണ്ട് ബേസ്മെന്റിലേക്ക് ഇറങ്ങി പോകുന്നു. അതിനർത്ഥം ബേസ്മെന്റ് ഇപ്പോഴും ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇവൻ കണ്ടിരുന്നല്ലോ ബേസ്മെന്റിന്റെ ചില പാർട്സ് ഒക്കെ അവർ ക്ലോസ് ചെയ്യുന്നത്. ചില പാർട്സ് ഒക്കെ ക്ലോസ് ചെയ്തെങ്കിലും ഇപ്പോഴും ബേസ്മെന്റ് ഓപ്പൺ ആണ്. അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ശേഷം അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോ പസിൽ ഗ്രാൻഡ്മാൻ എഴുതിയെന്ന്. അത് പിന്നെ ഗ്രാൻഡ്മാ, നിങ്ങൾക്ക് ഇവിടുത്തെ ബേസ്മെന്റിനെ പറ്റി എന്തെങ്കിലും അറിയോ? അവിടെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വല്ലതും നടക്കുന്നുണ്ടോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വേറൊരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു. നീ പറഞ്ഞില്ലേ ബാരൻ അവന്റെ സിസ്റ്ററിനെ വിവാഹം ചെയ്തുകൊണ്ട് താഴെ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ഇവിടെ കയറി വന്ന് ഇവിടെ എല്ലാം തീ കൊളുത്തിയെന്ന്. എന്നാൽ ആക്ച്വലി അവർ അതുകൊണ്ടല്ല ഇവിടെ വന്ന് തീ കൊളുത്തി എല്ലാം നശിപ്പിച്ചത്. 100 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആ ബാരൻ അങ്ങേറെ സഹോദരിയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചതിന് ഗ്രാമത്തിലുള്ളവർക്ക് എന്താണ് പ്രശ്നം? എന്നാൽ അവരിവിടെ കയറി വന്ന് തീയിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ താഴെ ഗ്രാമത്തിലുള്ള ഒരുപാട് ആളുകളെ കാണാതായിട്ടുണ്ട്. ഒരിക്കലും ഈ കാണാതായ ആളുകളിലൊക്കെ ഡെഡ് ബോഡീസ് കണ്ടുപിടിച്ചു. അതും ഒരുമാതിരി വല്ലാത്ത കോലത്തിൽ. അവരുടെ ശരീരം എന്തൊക്കെയോ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ട് അവരിങ്ങനെ തുന്നിക്കെട്ടി ഒരുമാതിരി മമ്മീസിനെയൊക്കെ അടക്കത്തില്ലേ, അതുപോലെ മൊത്തത്തിൽ പൊതിഞ്ഞു കെട്ടി വിയേർഡായിട്ടുള്ള രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് കണ്ടെത്തി. ഗ്രാമത്തിലുള്ളവർക്ക് ബാരനായിരുന്നു സംശയം. ഇയാൾ ആളുകളെ തട്ടിക്കൊണ്ടുപോയി എന്തൊക്കെയോ പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് സംശയിച്ചാണ് അന്ന് അവരെല്ലാം കൂടി ഇവിടെ കയറി വന്ന് അങ്ങേറെ കല്യാണവും മുടക്കി ഇവിടെ മൊത്തം തീയിട്ടത്. ശരിക്കും അല്ല, എന്ത് പരീക്ഷണമാണ് ബാരൻ ചെയ്തത്? അതിപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എൻ്റെ ഇതുവരെയുള്ള റിസർച്ച് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റിയത് ബാരൻ്റെ ഭാര്യയാവാൻ പോകുന്ന അവൻ്റെ സഹോദരിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ്. അവളുടെ സൂക്കേട് മാറ്റാൻ വേണ്ടിയാണ് ഈ ആളുകളെ ഉപയോഗിച്ച് ഇയാൾ പരീക്ഷണം നടത്തിയെന്ന് തോന്നുന്നു. ഇതെല്ലാം കേട്ടിങ്ങനെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് നമ്മുടെ ഹീറോ. 200 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്ത് പരീക്ഷണമായിരിക്കും നടന്നിട്ടുണ്ടാവുക? പുറംലോകം അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് തീർച്ച. ഇതൊക്കെ ആരൊക്കെയോ ഒളിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതെന്തൊക്കെ രഹസ്യങ്ങളാണ്? ആരാണ് ഇതൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇവിടെയുള്ള ആ പെൺകുട്ടി, ആ ചെറിയ പെൺകുട്ടി ആരാണ്? നമ്മുടെ ഹീറോയ്ക്ക് പെംബ്രോക്കിനെയും കൊണ്ട് ഇവിടുന്ന് തിരികെ പോകാൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഈ സിനിമയുടെ 2ാം ഭാഗത്തിലുണ്ട്. 2ാം ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് യൂസ് ചെയ്ത് സിനിമ പൂർണ്ണമായി കണ്ട് കഥ മനസ്സിലാക്കാൻ ശ്രമിക്കുക.